ഹായ് കൂട്ടുകാരെ, ആന്ധ്രാപ്രദേശിലെ ഓങ്കോളിൽ നിന്നും ഒരു ബീച്ച് കാണാൻ വേണ്ടി ഞങ്ങൾ യാത്ര പോവുകയാണ്. ഒരു 3-3:30 കുട്ടികളെയൊക്കെ കൂട്ടി ഒരു ഓട്ടോ പിടിച്ച് യാത്ര പോകുന്നു. നാഷണൽ ഹൈവേയിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ ബീച്ച് എത്തും. നമുക്ക് ആ ബീച്ചിൻ്റെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ. ബ്രിട്ടീഷുകാർ പണിതൊരു ബാപ്റ്റിസ്റ്റ് പള്ളിയാണത്. അത് ഫുള്ള് കരിങ്കല്ല് കൊണ്ടാണ് പണിതിരിക്കുന്നത്. റോഡിൻ്റെ സെൻറ്ററിലൊക്കെ നല്ല പൂക്കളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസമാണ് അടിപൊളിയുള്ള യാത്ര. ഈ സിഗ്നലിൻ്റെ അവിടുന്ന് നമ്മൾ ഹൈവേയിലോട്ട് കയറുകയാണ്. സിഗ്നലിൻ്റെ അവിടുന്ന് നമ്മൾ ഹൈവേയിലോട്ട് കയറുന്നു. ഈ ഹൈവേയിലാണ് ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ എന്ന സ്ഥലത്ത് നിന്നും നാഷണൽ ഹൈവേയിലൂടെ ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ മടന്നൂർ എന്ന് പറയുന്നൊരു ബീച്ച് നമുക്ക് പോകും. നല്ലൊരു ബീച്ചാണ്. ഫാമിലിയായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് പോയാൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു ബീച്ചാണ്. ഇനി ആ ബീച്ചിലേക്ക് ചെന്നിട്ടുള്ള കാഴ്ചകളിലേക്ക് നമ്മളെ കാണാം. കൃഷിയാണ് അവിടെ ഏറ്റവും കൂടുതൽ പുകയില കൃഷിയാണ്. പിന്നെ ഈ പേപ്പർ ഉണ്ടാക്കുന്ന ചെറിയ മരങ്ങൾ, പിന്നെ കടുക്, വെള്ളരി ഇതുപോലൊക്കെയുള്ള കൃഷികളാണ് അവിടെ ഉള്ളത്. കൂടുതലായിട്ടും കണ്ടുവന്നത് പുകയില കൃഷിയാണ് കണ്ടത്. ചോളമൊന്നും അവിടെ അപ്പോൾ ഈ സീസണിൽ കണ്ടൊന്നുമില്ല. അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പുകയിലയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 8 കിലോമീറ്റർ വാഹനം ഓടിച്ച് ബീച്ചിലെത്തി. ബീച്ചിൽ വന്ന അവിടെ അതിഭയങ്കരമായ കാറ്റ്, നല്ല തണുത്ത കാറ്റ്. അത് ആളുകളൊന്നുമില്ല. നല്ല ആ ഒരു തെങ്ങും തോപ്പൊക്കെ ഉണ്ട്. പിന്നെ അവിടെ മീൻ പിടിക്കുന്നതുണ്ട്. കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. 2-3 ചെറിയ കടകളൊക്കെ ആ സൈഡിലൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ബീച്ചിലേക്ക് ഇറങ്ങി. നല്ല മനോഹരമായ ഒരു ബീച്ച് കിട്ടും. വലിയ ശക്തിയായ തിരമാലകളൊന്നും ആ ബീച്ചിലില്ല. പിള്ളേരെല്ലാം നന്നായിട്ട് ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപോട്ട് ഒരു 6 കിലോമീറ്ററോളം ആ 6 കിലോമീറ്റർ ആദ്യപ്പോഴാണ് ഈ ചെറിയ തിരമാല ഇങ്ങനെ വന്നത്. അപ്പോൾ കുട്ടികൾക്ക് മുൻപോട്ട് പോയി സേഫായിട്ട് തന്നെ അവർക്ക് നിൽക്കാൻ പറ്റും. ആൾ കൂടെ വേണം. സേഫായിട്ട് ആ തിരമാല മുന്നോട്ട് കയറി നിൽക്കാൻ പറ്റും. അതാണ് അതിൻ്റെ